ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് 14. ദൈവത്തിനു മാത്രമേ സംതൃപ്തി നൽകാൻ കഴിയൂ. ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു. ഏശാവ് വെളിം പ്രദേശത്തു നിന്ന് വന്നു യാക്കോബിനോട്, ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 29-30 വാക്യങ്ങൾ. ആയിരക്കണക്കിന് രൂപയുടെ ഭക്ഷണം വീട്ടിലെത്തി. കൂറ്റൻ ചെമ്മീൻ, ഷവർമ, സാലഡ്, അങ്ങനെ പലതും അവർ എത്തിച്ചു നൽകി. കുടുംബനാഥൻ പാർട്ടി നടത്തുകയായിരുന്നില്ല. ഈ വിഭവങ്ങൾ ഒന്നും അയാൾ ഓർഡർ ചെയ്തതുപോലുമില്ല. അയാളുടെ 6 വയസ്സുകാരൻ മകൻ ചെയ്ത പണിയാണ്. എങ്ങനെ സംഭവിച്ചു എന്നല്ലേ? ഉറങ്ങാൻ കിടന്ന സമയം പിതാവ് തൻ്റെ ഫോൺ മകന് കളിക്കാൻ കൊടുത്തതാണ്. കുട്ടി അതുപയോഗിച്ച പല ഹോട്ടലുകളിൽ നിന്നും വിലപിടിച്ച ഈ വസ്തുക്കൾ ഓർഡർ ചെയ്തു. നീ എന്താണ് ഇങ്ങനെ ചെയ്തത്? ഒളിച്ചിരുന്ന കുട്ടിയോട് പിതാവ് ചോദിച്ചു. എനിക്ക് വിശക്കുകയായിരുന്നു എന്നായിരുന്നു മറുപടി. കുട്ടിയുടെ വിശപ്പും പക്വതക്കുറവും വളരെ ചെലവേറിയതായി. ഏശാവിൻ്റെ വിശപ്പ് അവന് ആയിരക്കണക്കിന് രൂപയേക്കാൾ നഷ്ടം വരുത്തി. ഏശാവ് വിശപ്പുകൊണ്ട് വലഞ്ഞ് മരിക്കാറായി എന്നാണ് ഉൽപ്പത്തി പുസ്തകം 25 പറയുന്നത്. ഏശാവ് സഹോദരനോട്, ആ ചുവന്ന പായസം കുറെ എനിക്ക് തരണം, ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യാക്കോബ് അതിനു പകരം ഏശാവിൻ്റെ ജ്യേഷ്ഠാവകാശമാണ് ചോദിച്ചത്. ഈ ജന്മാവകാശത്തിൽ ആദ്യജാതൻ എന്ന പദവിയും ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളും അവകാശങ്ങളിൽ ഇരട്ടി ഓഹരിയും കുടുംബത്തിൻ്റെ ആത്മീക നേതൃത്വവും ഒക്കെ ഉൾപ്പെട്ടിരുന്നു. തൻ്റെ വിശപ്പിന് വിധേയനായി ഏശാവ് ഭക്ഷിച്ച് പാനം ചെയ്തു ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. നമുക്കും വല്ലാത്ത പ്രലോഭനവും താല്പര്യവും ഉണ്ടാകുമ്പോൾ വിനാശകരമായ തെറ്റുകളിലേക്ക് നമ്മുടെ താല്പര്യങ്ങൾ പോകാതെ സ്വർഗീയ പിതാവിങ്കിലേക്ക് നോക്കാം. സകല നന്മകളും കൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ വിശപ്പും ദാഹവും അവിടുന്ന് ശമിപ്പിക്കും. ചിന്തിക്കുക, പ്രലോഭനം നിങ്ങൾക്ക് വലിയ നഷ്ടം വരുത്തിയ സന്ദർഭം ഏതാണ്? ദൈവത്തിന് മാത്രമാണ് നിങ്ങളുടെ യഥാർത്ഥ തൃഷ്ണകളെ ശമിപ്പിക്കാനാകൂ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ദൈവത്തിന് മഹത്വം.